പോലെന്നാ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കുറേ ദിവസമായി നമ്മളൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ് എന്നാ മീൻ പിടിക്കാൻ പോയത്? ഒരു 2 മാസമായി. അതായത് മഴ തുടങ്ങിയ ടൈമിൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വൈകുന്നേരത്തിന് കൂട്ടാനില്ല. ഇന്ന് എന്താണ് ഉച്ച കൂട്ടാന്? ഉച്ചക്ക് എന്താ ചിരങ്ങേ എന്തൊക്കെ തട്ടിക്കൂട്ടി എന്തൊക്കെ തട്ടിക്കൂട്ടി നമ്മള് ഫുഡ് ഉണ്ടാക്കി. രാത്രിക്കൊക്കെ നമുക്ക് മീനാക്കാന്ന് കരുതി പോയൊക്കെ മഴ വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം, ഞങ്ങളവിടെ മഴയുണ്ട്. നിങ്ങളവിടെ മലപ്പുറത്തൊന്നും മഴയില്ല, വേറെ കുറെ സ്ഥലത്ത് കൂടെ മഴയില്ല. നമ്മളെ നാട്ടില് ഞാൻ ഇന്നലെ കോഴിക്കോട് നിന്നപ്പോ ഇവിടെ നമ്മളെ ചുങ്കത്തിലെത്തിയപ്പോഴാ മഴ. നിലമ്പൂര് ഭാഗത്തു കൂടിയാണ് മഴ കടന്ന് കളിക്കണത്. അരമണിക്കൂർ ഇടയിട്ട് മഴ ഇന്നലെ. ആ ഒരു മഴന്റെ പ്രതീക്ഷ കൊണ്ടാണ് ഗൈസ് നമ്മളിപ്പോ മീൻ പിടിച്ചാൻ പോണത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല വെയിലാണ്. പിന്നെ അതേപോലെ തന്നെ വെയിലും വരുന്നുണ്ട്. അപ്പൊ നമ്മളടുത്ത് സൺസ്ക്രീം ഉണ്ട് ഗൈസ്. സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ടാണ് പോണത്. ഞാൻ ഇട്ടിട്ടില്ല ഓന്. അതെന്തിനാണ് സൺസ്ക്രീൻ പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ടാന് പോകാൻ. ഞാൻ അത് മതി ഗൈസ് അടുത്ത ചൊറിച്ചിൽ വരാന്. നമ്മളെന്തുകൊണ്ടാ മീൻ പിടിക്കുന്നത് പറഞ്ഞു കൊടുക്കടാ. എന്തുകൊണ്ട് നമ്മളെ ടൂൾസ് മീൻ പിടിച്ചാൽ കൊതുകലുണ്ട്. അതുകൊണ്ട് തന്നെ പോയോക്കല്ലേ നമ്മളെല്ലാ പ്രാവശ്യവും കൊതുകല കൊണ്ട് തന്നെ പോയി. കൂട്ടാൻ വേണ്ടല്ലേ? കിട്ടൂല അറിയാൻ പറ്റൂലല്ലോ. അതാണ് സെറ്റാണ്. വെള്ളമുണ്ടോ ഞമ്മക്ക് അറിയില്ല ഗൈസ്. ആനു ഇത്ര വലിയത് കിട്ടിയാണ് എളുപ്പം. സത്യം. നന്നാക്കാൻ സുഖല്ലേ? നന്നാക്കാണ്ടല്ലേ? നന്നാക്കാനൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല ഗൈസ്. വേറൊരു കാര്യം, കിട്ടുന്ന മീനിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ അന്തം വിടരുത്. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമുക്ക് കിട്ടുന്ന മീനിന്റെ വലിപ്പം ഇത്ര വലിപ്പമുള്ള മീനുകളാണ്. അതാണ് രസം. നമ്മള് വത്തല് മീൻ തിന്നൂലേ. പിന്നെ കുറെ ആൾക്കാർ പുഴ മീൻ തിന്നാത്തുണ്ട് കേട്ടോ. പുഴ മീൻ തിന്ന ആൾക്ക് അറിയാം അല്ലേ അതിന്റെ ടേസ്റ്റ് എന്താ. അത് വേറെയാണ്. അതായത് കടലത്തെ മീനും പുഴ മീനും ഗൈസ് നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റില്. പിന്നെ ഇത് ഗൈസ് നമ്മളെ കമ്പനിക്കാരന്റെ വണ്ടിയാണ്. നമ്മൾ ഓന്റെ വണ്ടിയിലാണ് നമ്മൾ പോണത്. വണ്ടി എടുക്കേ നമുക്ക് ഇനി നേരെ പൊയിലെത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കല്ലേ? ബാക്കി വീഡിയോ എടുക്കാം, കാണാം മീൻ പിടിക്കണൊക്കെ കാണാം. ഗൈസ് ഇപ്പൊ നമ്മളെ തത്തമ്മ നമ്മളോട് ഇണങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇവിടുന്ന് കളഞ്ഞു കിട്ടിയാണ്. നമ്മളെ അങ്ങോട്ട് പാറി വന്നതാണ്. ആദ്യം വലിയ ഇണക്കല്ല, ഇപ്പൊ നല്ല ഇണക്കുന്നുണ്ട്. നമ്മക്ക് കയറിക്കോളി, ഇമ്മയും കയറിക്കോളി. ഞാൻ അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നടക്കാം. ഇമ്മക്ക് കേരള സ്പേസ് ഉണ്ട്. ഇറങ്ങിട്ടേ ഗൈസ് വേറൊരു കാര്യം, ഉമ്മാന്റെ കാല് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഓട്ടിട്ട് പൊളിഞ്ഞാടിയിട്ട് വെക്കണേ മുറിക്കണം. മുറി കാണിച്ചു കൊടുത്തടാ. ഇന്നാ ഞാൻ ഉമ്മമാരെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ വരാം. പോയോട്ടെ, മീൻ കിട്ടുമോ? ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. പൊയ്ക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളെ പേരല്ലേ പുതിയ പേരപ്പണി എടുക്കണേ. ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പത്തിന് ഒരാളാക്കണ നടന്നു വരുന്നേ. അമ്മ പേര് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കണേ. വണ്ടിയാണ് സാധാ പോയിക്കൊണ്ട് അവിടെ ഇറക്കാൻ വെക്കൂലേ? അത് വരെ വെക്കും. പിന്നെ അവിടുന്ന് അതിനെ കുരവയാണ്. പിന്നെന്താ അറിയാത്തവർക്ക് ചളി 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 ചളി. അമ്മമാന്റെ ചില ഭാഷയൊന്നും ചിലവർക്ക് മനസ്സിലാവണേ ഇല്ലാന്ന് പറഞ്ഞേ. കുരവ ചളി കുരവി പറഞ്ഞു കഴിഞ്ഞാൽ ചളി അങ്ങനത്തെ ഓരോന്ന് നമ്മള് വയ്യ ഇങ്ങനെ പറഞ്ഞു തരും. ഒക്കെ മനസ്സിലായിക്കോളും ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു. ഗൈസ് എന്നാ നമുക്ക് നേരെ പൊയ്ക്ക് വിട്ടോക്കാം. ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ ഗൈസ് നമ്മളെ പേര. ഇതാണ് നമ്മളെ പൊയ്ക്കുള്ള വഴി. ഈ പാടം ഇവിടെ പോവാ. കാണാൻ നല്ല മട്ടുണ്ട്. എങ്ങനെ കാണാനേ നല്ല പ്ലാസ്റ്റിക് പൊളിച്ചിട്ടേ പെര കാണാൻ ഗൈസ് ഇവിടുന്ന് നല്ല മട്ടുണ്ട് എന്നാണ് മമ്മ പറയുന്നത്. നമ്മളെ പെരയാണ് ആ കിടക്കണത്. പ്ലാസ്റ്റിക് ഒക്കെ വെളുത്തില്ലേ? മഞ്ഞ ഒക്കെ വെളുത്തു. ഗൈസ് ഇപ്രാവശ്യം എനിക്ക് വലിയ പ്രതീക്ഷയല്ല മീൻ കിട്ടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ മഴക്കാലത്താണ് നമ്മൾ പോയിഞ്ഞത്. ഇത് മഴക്കാലാണ്, പേരിന് മഴക്കാലാണ്, പക്ഷെ മഴയില്ല. മീൻ കിട്ടും. ഇറങ്ങി കോരാൻ കിട്ടലുണ്ടെങ്കിലൊക്കെ മീനൊക്കെ കിട്ടും. അതൊക്കെ കോരാ അവിടെ കോരിയൊക്കെ കഴിച്ചു. വള്ളത്തിന് നല്ല കലക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മീനുകൾ കിട്ടാൻ കലക്കില്ലാന്നുണ്ടെങ്കിലാണ് കഴിച്ച് നമുക്ക് പ്രശ്നം ആവണത്. ഒരു മീന് നമുക്ക് കിട്ടൂല. എന്റെ മുറ്റത്ത് കൂടി ഈ കല്ലിടാ, പൊയ്യത്തെ കല്ലിടാ. പൊയ്യത്തെ കല്ലിട്ട് കഴിഞ്ഞാല് നല്ല രസിക്കാനും കാണുക. പ്രകൃതി രമണി നോക്ക്, പ്രകൃതി രമണീനെ കണ്ടോ?
പ്രകൃതി രമണീനെ കണ്ടോ? കണ്ടിട്ടില്ല. പ്രകൃതി രമണി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലം. അങ്ങനെ ഞാൻ എന്താണ് ഈ ജന്തു പ്രകൃതി പ്രകൃതി രമണി. രമണി പുതിയ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. നമ്മളിപ്പോ ഈ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ അല്ലേ, ഇവിടൊക്കെ അന്ന് 2020 2018 വള്ളം കയറി. 18 അന്ന് വള്ളം കയറിയപ്പോ ഈ ഭാഗങ്ങളൊക്കെ മൊത്തം ഈ ഭാഗ നമ്മളെ അതിന് ഇവിടൊക്കെ ഇഷ്ടം പോലെ വെള്ളമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടുത്തെ ഇറക്കം കാട്ടിത്തരാം. അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വള്ളം കയറി, എത്രത്തോളം കുണ്ടുണ്ടെന്ന് ഞാൻ കാട്ടിത്തരാം. അമ്മ വരി കൊയിഞ്ഞാടോ? പിന്നാക്കം പോയിട്ട് മുഖല്ലോ. ഇല്ലല്ല, അല്ല ഇവിടെ നിങ്ങൾ കൊയിഞ്ഞാടോ? ഇന്നാള് പോന്നപ്പോ ആരാണ് കൊയിഞ്ഞാടി? നിജോ അവിടെ കടന്ന് എയ്യാണ് ഇന്നാള് വന്നപ്പോ. വീണു ഒരു വടി എടുത്തോല്ല കേട്ടോ. ഇവിടെ പശുവാളൊക്കെ വന്നിറങ്ങിക്കണ്. ഗൈസ് നിങ്ങളിപ്പോ ഈ ബാക്കിൽ കാണണ നിങ്ങൾ കണ്ടോ, അത്ര താഴ്ചയിലാണ് പുഴ കിടക്കണത്. ആ പുഴ ഇത്ര അപ്പുറത്തെ ഫോറസ്റ്റ് ആണ്, അപ്പുറത്തെ ഭാഗം ഫുള്ള് ഫോറസ്റ്റ് ആണ്. ആ പുഴ അത്രക്കും വെള്ളം കയറി ഈ കൂടെ ഒക്കെ കയറി അറിഞ്ഞു പോയിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വെള്ളം മലമൊന്ന് നിന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അന്നാളാ വയനാടൊക്കെ ഉരുള് പൊട്ടിയപ്പം, അതായത് എവിടെയാണ് ആ സ്ഥലം? ചൂരൽമലയിലൊക്കെ ഉരുള് പൊട്ടിയപ്പോ ഈ കൂടെയാണ് അതൊക്കെ പോയത്. കുറെ ബോഡികളൊക്കെ ഈ കൂടിയും പോയിനി. പിന്നെ നമ്മൾ അവിടുത്തെ പാലത്തുമൊന്നൊക്കെ കിട്ടീനി കുറെ ബോഡികളൊക്കെ. എടാ അവിടെ പൊട്ടിയ ഈ തന്നെ പോയ ഇത് ചാലിയാർ പോയ പറഞ്ഞത് അങ്ങ് കടലിലേക്ക് നേരിട്ട് ചെല്ലണം. പോയ അധികം എല്ലാ പുഴകളും വന്ന് ചേരുകയാണ്. ചാലിയാർ പുഴയാണ്. അതെ, ചാലിയാർ. ഇതാണ് ഗൈസ് ചാലിയാർ പുഴ. നമ്മള് വലിയ പ്രതീക്ഷയിലൊക്കെ വന്നാണ്. ഇത് നോക്കിയാ, ഇതൊക്കെ അടിയാണ് കാണുന്നത്. പിന്നെ പോരാത്തിന് തെളിഞ്ഞ വെള്ളം. ഞങ്ങൾ ഇന്നാള് വന്ന ടൈമിൽ ഇവിടെയൊക്കെ വെള്ളമാണ്. എന്നിട്ട് ആ മുക്ക് കൂടെ ഒക്കെ കോരിയപ്പോൾ ഇഷ്ടം പോലെ മീനുകൾ കിട്ടീനി. ഇന്ന് എനിക്ക് തോന്നില്ല, എനിക്ക് തോന്നുന്നു. എന്താ എൻ്റെ ഒപ്പീനിയൻ? കിട്ടുമോ നോക്കാം. ഇറങ്ങി മുങ്ങിയാണ്ട് നോക്കി നോക്കാം. അല്ലാന്നറിയാം അപ്പുറത്തെ ഭാഗത്തൂടെ ഒക്കെ പോയോക്കാം. കിട്ടൂലാറ പോയല്ലേ നമ്മളെ ഭാഗ്യത്തിന്. വെള്ളല്ലേ, അതാണേ പോരാൻ നല്ല സ്ഥലമല്ല. വെയിലില്ല, വലിയ വെയിലില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടുന്ന് അങ്ങനെ പോയോക്കാം. എല്ലാ പ്രാവശ്യം പിടിച്ചടാ. നമ്മളെല്ലാ പ്രാവശ്യം എന്താ കാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ അരിവാളുണ്ടല്ലോ, ഈ അരിവാൾ ഇങ്ങനെ നമ്മൾ കോരി പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചെറിയ ചെറിയ മീൻകുട്ടികളെ നമുക്ക് കിട്ടും. അതിട്ടാണ് നമ്മൾ വറുത്തരച്ച് ഉണ്ടാക്കലാണ്. നടുവിൽ മീനൊന്നും ഉണ്ടാവില്ല. നടുവിൽ അങ്ങനെ മീൻ ഇവിടെ കരല്ല, ആ കരക്ക പോകാണിച്ചാ പിന്നെയും കിട്ടിയ മീനില്ല. ഞങ്ങളങ്ങനെ കോരി നോക്കട്ടെ ഗായ്സ്. നമ്മളെ കഞ്ഞിക്കോരലാണ് കോരി നോക്കാം. അതായത് കഞ്ഞി അങ്ങനെ പറയാ. ആദ്യത്തെ കോരലാണ് ഗൈസ്. മീൻ കിട്ടുമല്ലേ നോക്കിയോക്കെ അല്ലേ ഗൈസ്. അധികം വെയിറ്റ് ആക്കണില്ല. ഇനി കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്ന മഴ വന്ന് നമ്മളെ പരിപാടിക്ക് ഉമ്മ മറ്റേ കോട്ട് എടുത്തിട്ടില്ലേ, ഇതെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അഥവാ മഴ വന്നു കഴിഞ്ഞാല് തലയിലിടാൻ ഗൈസ് തൊപ്പുണ്ട്. മീൻ ഇടാൻ പാത്രം കൊടുത്തിരിക്കുന്നു ഇഷ്ടം പോലെ. മീൻ കിട്ടിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഈ കൊതുകല്ലേ, പച്ചല്ലേ? പച്ചയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ആണോ ഗൈസ്? നമ്മുടെ ഫസ്റ്റത്തെ കോരലാണ്. ഇതിന്ന് അറിയാം നമുക്ക് എന്തേലും കിട്ടോ ഇല്ലെന്ന് കേട്ടോ. ഞാൻ അയച്ചില്ലേ അങ്ങോട്ട് ചെല്ലടാ. ചെറിയൊരു മീൻ കയറി ഞാൻ കണ്ടു. ഒരു ഇങ്ങനെയാണ് ഈ ഗായ്സ് നടക്കൂലട്ടോ പരിപാടി. ഇതെന്തത് വെള്ളം ഇല്ലാത്തോണ്ടാണോ ഇങ്ങനെ? വലിയൊരു മീൻ കിട്ടി. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ചുണ്ട്. കിട്ടിയോ? നിന്റെ സന്തോഷം കൊണ്ട് ഇറങ്ങിയാണ്. സന്തോഷം കൊണ്ട് ഇറങ്ങാണ്. അത്ര വലിയ ഈസായി കൊണ്ടുവന്നിക്കണ അതിലൊന്നും അറിയില്ല കേട്ടോ. ഒന്ന് മന അവിടെ കീസൊക്കെ ഒന്ന് പഴയ കൊടുത്തില്ലേ? ഒരു ചെറിയ കോലാൻ കുട്ടിയാക്കട് ചെറുത്. ഇത് നിറയൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് കിട്ടിയാൽ മതി. ഇത് കടന്നോട്ടെ. നീ ടെസ്റ്റ് പോകാൻ പേടി പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കി ഗൈസ്, എത്രങ്ങാനും വലിയൊരു കീസിലാണ് ഉമ്മ മീട്ടിക്കണ കേട്ടോ. ഞാൻ കോരിയിട്ട് ഞാൻ കൊയങ്ങി. അടുത്ത് ഉമ്മ കോരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണേ. നനഞ്ഞ് അറിയില്ല കാഴ്ച എന്താവുന്നേ. ഞാൻ കോരിയിട്ട് ഒന്നിനും കിട്ടണില്ല. ഇങ്ങോട്ട് ഉമ്മ ഇറങ്ങിക്കണ കോരാന്. മാനെ ഇന്ന് കൂട്ടാൻ നല്ലോണം ഉണ്ടാവും. കൂട് നിറയലായി വലിയൊരു കൂട്. കാഴ്ച ആകെ ഇതില് 4-5 ഉപ്പാള മാത്രം കിട്ടിയിട്ടുള്ളൂ. ഇതിനെ കൊണ്ട് നമുക്ക് മീൻ കൂട്ടാൻ ഉണ്ടാക്കൽ നടക്കൂല. നമുക്ക് കുറച്ചും പണം വേണം. കിട്ടുവേ
ഇപ്പൊ 4-5 കോരലായി അങ്ങനെ തന്നെ അമ്മക്കറിയാം പണ്ട് പണ്ട് ഗൈസ് ആയ ടൈം എല്ലാരും മീൻ പിടിച്ചാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഇറങ്ങിക്കണം. എന്തേലും ഉണ്ടോ 8 കാലിയോ? സാധനം അവിടെ അത് കുഴപ്പമില്ല, അത് ആരും കൊണ്ടുപോകുന്നില്ല. ഇമ്മ അവിടെ നീന്തുകയാണ്. ഇമ്മ പണ്ടത്തെ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ആട്ടോ നീന്താന്. റിട്ടേൺ തിരിച്ചു വരാൻ വയ്ക്കോ? ഗൈസ് കാലിന്റെ ലിഗ്മെന്റ് പൊട്ടിയ ആളാണ് ആ കടന്ന് നീന്തണത് കേട്ടോ. വെള്ളം കണ്ടാ നീന്താത്തവരാണ്. വാ കേറി ഗൈസ്, നമ്മുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രക്ക് മൂഞ്ചൊരു ദിവസം കിട്ടിയിട്ടില്ല. ഇത്രക്കും തോനെ മീൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആയത് ഗൈസ്. നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീൻ പിടുത്തം ഉണ്ടാവുന്നത്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഴക്ക് ഒന്നാമത് കലക്കില്ല, പിന്നെ പൊയില് വെള്ളമല്ല. എനിക്ക് തോന്നുന്നു ഉമ്മ അവിടെ തന്നെ വലിയ വീമ്പളൊക്കെ ഉണ്ടാക്കിയിട്ട് മീനെ കിട്ടും മറ്റേ മറിച്ച് അറിയാനിപ്പോ പോയല്ലേ മീൻ കിട്ടൂല നമുക്ക് പറയാൻ പറ്റുമോ? പോയല്ലാറ എന്നോട് ഇറങ്ങിയപ്പോ മീൻ കിട്ടൂല ചേച്ചി പോയല്ലേ കിട്ടാറക്കുവോ? ഉപ്പ കിട്ടിയില്ലേ? ഇങ്ങനെ നമ്മളറിഞ്ഞോ? ഒന്നാമതേ ചോദിച്ചാലേ ഞമ്മള് കുളിച്ചാൻ പോയതാന്ന് പറഞ്ഞാ അതിന് മീൻ മുടിച്ചാൻ പോയതാണ്. ആരെങ്കിലും കൈസ് റോട്ടിൽ നിന്ന് കാണുമ്പോ ഞങ്ങളൊന്ന് കുളിച്ചാൻ പോയതാണ്. ഒന്നാമതേ ആ ഭാഗത്ത് കൂടെ ആണെങ്കിൽ കയറുണ്ട്, ഈ ഭാഗത്ത് കൂടെ കയറല്ല മീൻ കോരി പോരാനും. അതൊക്കെ നിങ്ങൾ അതിപ്പോ ഗൈസ് എന്താണാവോ 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്തിനി, പക്ഷെ പൊയിലെത്തിയിട്ടില്ല മഴ. അതപ്പോ ഉണ്ടായത്. അപ്പൊ ഊപ്പമീനൊക്കെ കഴിഞ്ഞാവോ? അതേ കാര്യം എന്തായിരുന്നാലും ഗൈസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പെരല് വലുതായില്ലല്ലോ മത്തി. ഇത് പോയ മീന് മറ്റേത് കടല് മീന് രണ്ടാണ് 2 സൈസാണ്. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മളെ പൊയ്ത്തെ പെരലുണ്ടല്ലോ അത് വലുതായതാണ് മത്തി. അതായത് ഈ പൊയ്യിൽ കൂടെ ഒക്കെ പോയി കടലിലെത്തും. കടലിന് പിന്നെ മീൻ പിടിച്ചിട്ട് അത് മത്തിയാവും. അങ്ങനെയാണ്. വലിയ മീനായിട്ട് നേരെ കടലില്ല, പൊയില് ചെറിയ മീനുകളാവും. കടലിൽ ചെല്ലുമ്പോ വലുതാവും. ഉപ്പുവെള്ളം കുടിച്ചു വലുതാവും. അങ്ങനല്ല, ഇവിടെ ഇപ്പൊ ഇവിടുന്നൊരു അതായത് മമ്മ ഇവിടുന്ന് ഒരു പെരല് ജനിച്ചു, അത് നീന്തി ഇങ്ങനെ പോയി കടലിലെത്തും. കടലിലെത്തുമ്പത്തിന് അത് മത്തിയായി. അതാണ് അതിന്റെ ഉൽപ്പന്നം. അപ്പൊ അങ്ങനെയാണ് സംഭവം. നമുക്ക് ഇനി നേരെ നീട്ടി നടക്കാം. മീൻ കിട്ടുമെന്ന് ഇരുന്നണ്ട ഇനിയിപ്പോ പെരി പോവുക. പെരി പോയിട്ട് വത്തല് വാങ്ങി കൊടുത്തോളി. വത്തല് വാങ്ങി കൊടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇട്ട് നോക്കാം. അല്ല പിന്നെ മീനുണ്ട്, ഞമ്മക്ക് കിട്ടിയില്ല എന്നോട്ടു. നീ ഇല്ല കായ്ച്ച, അതാണ് സംഭവം. അല്ലേ നമുക്ക് കിട്ടേണ്ടി വരും. ഇല്ല, മെയിനായിട്ട് മമ്മാന്റെ വാക്കും കേട്ട് പോന്നപ്പോ തന്നെ ചുളപ്പാണ്. കിട്ടൂല. ഇതാണ് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോ കായ്ച്ച് വലിയ വർത്താനം ഒരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നീ കായ്ച്ച നമുക്ക് നേരെ പെരീക്ക് നടക്കാം. മൂത്തതില്ലേ കൊയ്യെന്ന് വെച്ചാൽ ഇറക്കി പറിക്കാൻ ഇറക്കാം. നീ കായ്ച്ച എന്തായാലും ഇവിടുത്തെ വന്നതല്ലേ, നമ്മളെ പെരി പോയിട്ട് വല്ല കറുത്ത എന്തെങ്കിലും ഇടാല്ലേ അമ്മ? കറുത്ത കൂട്ടാന് എന്തായാലും മീൻ കിട്ടില്ല, അതിനെ കൂട്ടാൻ വെക്കാൻ അല്ലാണ്ട് കറുത്തെങ്കിലും അല്ല. അപ്പൊ ഞാൻ എന്താ ഉറപ്പാണ് എവിടുക്ക പോയതെന്ന് ആൾക്കാർ ചോദിച്ചെന്ന്. അല്ലെങ്കിലും പൊയ്ത്തൊരു കുളി കായ്സ്, അതൊരു രസം തന്നെയാണ്. ആ ഒരു കുളി വേറെ എവിടെയും കിട്ടൂലല്ലേ പൊയ്ത്ത കുളി മമ്മ? അതന്നെ നീന്തി മുങ്ങി കുളിച്ച് ആകെ കാടായി അവിടെ. നിങ്ങൾ കറുത്തടിക്ക്, ഞാൻ ഇവിടെ നിൽക്കട്ടെ കൊയ്ഞ്ഞിട്ട്. ആ കറുത്തട്ടളി കൊഞ്ഞാടിയിരിക്കണല്ലോ. ഈ വായ കണ്ടില്ല നിങ്ങൾ? ഈ കയറിങ്ങനെ കെട്ടിച്ചിക്കാണ്. നമുക്ക് സൂമായി കൊടുത്താ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നമുക്ക്. പെരപ്പണി കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇങ്ങനെ പറിച്ചാ എന്താ മമ്മ എനിക്ക് കയ്യെത്തുന്ന ഈ അടി വാട്ടുന്നത് ഇതല്ലേ? അതോ ഇതോ ആ അതോ അതിന്റെ ചോട്ടത്തോ പപ്പായ
ഒരു 3-4 എത്തള 3-4 4 എത്തള. 4 എടുക്കല്ലേ എന്നാ. എന്നാ. 3 കറ മേത്ത് കർമൂസ കൂട്ടാണ് പെരിയിലെ മീനിന് പകരം മീനിന് പകരം ഗൈസ് കറുത്ത. ഇവിടെ സ്ഥലം വാങ്ങി നിങ്ങൾ ഇങ്ങനെ ചീത്തറിഞ്ഞില്ലേനോ അങ്ങോട്ട് ഇപ്പൊ പോയി മൂഞ്ചി വന്നപ്പോ കറുത്തേല് കിട്ടിയില്ലേ. പറഞ്ഞാക്കാണേ ഞാന് മാതിരി ചേപ്പില് എന്നാ പിന്നെ ഉമ്മാക്ക് പൊയ്യിലാണ് വെക്കാഞ്ഞാൽ വരാം. പിന്നെ കുഴപ്പമില്ലേ മീൻ പിടിച്ചാനാണെങ്കിൽ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാൻ പോവുകയാണ്. മടങ്ങുകയാണ് ഗൈസ്. നന്ദിയോലൊക്കെ ഇരുന്നോളി, ഞാൻ പതുക്കെ വരാം. ഞാൻ അങ്ങോട്ട് ഇവിടെ വെച്ച് മുമ്പിൽ വെച്ചോ. പോകുന്നില്ല ഇവിടെ. നിമ്മ കയറി ഉമ്മ അനുവും കയറി ഉമ്മമാനെ ലാസ്റ്റ് കൊണ്ടുവരാം. വേടി എന്താ വെന്ന ഉത്സാഹമൊന്നുമില്ലല്ലോ ഇപ്പൊ നിങ്ങക്ക്. കൂട്ടാൻ വെക്കണം, അറിയാം കൊട്ടക്കാരോട് അവിടെ അവിടെ എന്തോ സ്വകാര്യം പറയുന്നുണ്ട്. വീഡിയോയിൽ ഇട്ടിക്കാണ് കാരണം മൈക്ക് ഇടുമ്മാടെ എന്നാ വാ കേറി ഇരിക്കി. അല്ലേ നമുക്ക് കറുത്തണ്ടല്ലോ അവിടെ കൊടുക്കാൻ പാടില്ല. ആ കുഴപ്പമില്ല. ആണോ കുറച്ച് തന്നോളി. അവിടെ അവിടെ കൊടുത്തോ? ആ അവിടെ കൊടുത്തു. അവിടെ കൊടുത്തു. ഞാൻ അപ്പുറത്ത് കൂടി കൊടുക്കാം. ഓക്കെ കേറി. അല്ലേ ചോദിക്കോ, നിങ്ങൾ നാനിയേ ഞാൻ നാനിയേ. അടുത്ത ട്രിപ്പിൽ ഞമ്മള് ഇങ്ങനെ പോവാ. ഗൈസ് ഇമ്മമ്മി മോണ്ടനും വരുന്നുണ്ട്. ഉമ്മമാനെ നേരെ പൊറക്കാണ് അവിടുന്ന് വരുന്നത്. ഇവിടെ ഇട്ടളാ അവിടെ ഇട്ടളാ. ഞാൻ ഇവിടെ ആ കൊണ്ട് കേറിക്കോ മോത്തുകണ് അല്ല മേൽക്കണ കേറിക്കോ അല്ലേ ഞാൻ ഇറങ്ങിക്കോളെ. ഗൈസ് നമ്മളിഞ്ഞ് ഇവിടുന്ന് അതാ ഉമ്മമ്മ കേറുന്നില്ല. അല്ല അതെന്താ ഞാൻ പൊളിഞ്ഞാടിയല്ലോ. ഇരുന്നിട്ടില്ല, അങ്ങനെ ഇരുന്നോടാ. എന്നാ ഞാൻ എന്ത് കഴിക്കോളാം. പൊളിഞ്ഞാടിയല്ലോന്ന്? ഞാൻ ചൊകിനി ഇരുന്നിട്ടില്ല, കഴിക്കോളി. അത് നേരെ ഇരുന്നോളി. വേണ്ടേ വിട്ടാ ഞാൻ കഴിക്കോളാം. അതാ നമ്മ കേറിക്കമ്മ മുട്ടന്റെ ചേർത്ത ആള് കേറിക്കോ. അത് ശരി. ആ കൈത്ത സാധനം കൊടുത്തല്ലേ അത് വെറുതെ ഏറ്റിയാണ്. വണ്ടിൻ്റെ ആയിട്ട് പിന്നെന്താ കേറാത്തെ? നമ്മ കേറിക്കോളി. കിട്ടോ അപ്പൊ നേരെ പിടിച്ചോളി. ഇല്ലേ എന്താ ആദ്യമായിട്ട് പോണ പോലെ എനിക്ക്. ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങളെ പെരിയെന്ന് അല്ല ഞങ്ങളെ പെരിക്ക് കേറണേ വണ്ടി കൊണ്ട് ഇല്ലേ അമ്മ? ഇങ്ങനെയൊക്കെയല്ലേ ടാസ്ക് തന്നെയാണ്. അങ്ങനെ വലിഞ്ഞോണ്ട് ഉത്തിരിക്കണം. അവിടെ എത്തണുണ്ട് അവിടെ പെരിയിലുണ്ട് അവിടെ ഇറക്കും. അങ്ങനെ ഗൈസ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ചട്ടി മീന് ഇതാണ് ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയ മീന്. മണ്ണല്ലേ മീനോ? വലിപ്പല്ല മീൻ. ഓ ഇതാ ഇത് കളിയൊക്കെ ഏതാണ് കേട്ടോ. അതുകൊണ്ട് ഗൈസ് നമ്മളെന്താ തീരുമാനിച്ചു പറഞ്ഞു കഴിഞ്ഞാല് പോയിട്ട് മീൻ കൊണ്ടുവരട്ടെ. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ സെയിം ആയിക്കാരം. പിന്നെ വേറെ വല്ല മീനെ വാങ്ങേണ്ടി വരും. കാരണം ഗൈസ് രാത്രി എന്തെങ്കിലുമൊക്കെ നമുക്ക് കടിച്ച് നമുക്ക് തിന്നാൻ എന്തെങ്കിലും വേണം. പിന്നെ വാങ്ങിയത് കറുത്തേന്ന് കൊണ്ടുവന്ന് പക്ഷെ അത് വരുന്ന വഴിക്ക് ആൾക്കാർക്ക് കൊടുത്തു. പെരക്കാർക്ക് കൊടുത്തിരിക്കണം. ഞാൻ വരുമ്പത്തിന് ചട്ടിയും പാത്രമൊക്കെ ചൂടാക്കി വെച്ചോളി. ഇനി നാളെ മീൻ പിടിച്ചാൽ പോണ്ടപ്പോ സെറ്റല്ലേ ചോദിച്ചാൽ എന്താ കാരണം നമ്മളിപ്പോ കരുതിയില്ലല്ലോ കിട്ടൂല. എന്നാള് പോയപ്പോ നമുക്ക് കിട്ടിയത് അവർക്ക് കിട്ടുന്ന ഇന്നാളത്തെ വായിക്ക് കിട്ടുന്ന എഴുതിയിട്ട് തന്നെ പോയത് കഴിച്ചു. പോയത് അന്ന് കളിക്കണ്ടേനെ അതുകൊണ്ടാണ് നാളത്തെ നമ്മൾ പോയിട്ട് മീൻ കിട്ടിയില്ല. സാറില്ല പോയോ കലന്നാ ഞങ്ങൾ നേരെ പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടേ. അതായത് കടലത്ത് മീൻ വാങ്ങിക്കൊണ്ടേ. എന്നിട്ട് ഇന്ന് അതാണ് നമുക്ക് ഫുഡ്, കടൽ മീൻ ഫുഡ്. തിന്നാ പോയ മീനാണ് ടേസ്റ്റ്. പക്ഷെ നിവർത്തിയോട് ഞങ്ങള് കടൽ മീൻ വാങ്ങാൻ പോവാണ്. നമ്മള് വത്തലിന്റെ മീൻ വാങ്ങാനാ വിചാരിച്ചത്. അതാവുമ്പോ ആ പൊയമീന്റെ കൂട്ടത്തിലിട്ട് അറിയില്ലായി. പക്ഷെ എങ്കിൽ വത്തലിന്റെ മീൻ എവിടെ ഇല്ല. അപ്പൊ നമ്മക്ക് ഇതിന് പേരെന്താ മാന്തളാണ് കിട്ടിയത്. അപ്പൊ മാന്തള് ഞങ്ങളൊരു 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് നേരെ പെരിക്ക് പോയി വെക്കാം. ഇതാവുമ്പോ പൊരിച്ചാൽ നല്ല രസം ഉണ്ടാവും. സത്യം നല്ല രസാണ്. നേരെ ഞാൻ പെരിച്ച നോക്കില്ലേ കിട്ടിയത് കൊണ്ട് നേരെ പെരിക്ക് പോയി വെക്കാം. അതെ നടക്കുന്ന. അങ്ങനെ ഞങ്ങൾ പെരിയില് സാധനം കൊണ്ടെത്തി. ഇവിടെ ചട്ടിയും കലൊക്കെ എടുത്ത് പാത്തച്ച് വേണോ എന്ത് പറഞ്ഞു വിചാരിച്ചാണ് അങ്ങനെ ചെയ്യല. വെറൈറ്റി മീനാണ്. അതെ എന്തായിരിക്കും തുറന്നു കണ്ടില്ല ലേറ്റ് ഒന്നല്ലേ എന്തൊക്കെയാരോ വത്തളോ മുറ്റത്തെ ലൈറ്റ് ഇടാൻ പറഞ്ഞ പുള്ളത്തെ ലൈറ്റ് ഇട്ടു. എന്ത് അടിപൊളിയേക്കാരം. ഇതേതാ മീന്? ഇതെന്താ മാന്തള് മാന്തള് രസല്ലേ?
മാന്തൽ നല്ലതാ പച്ച സെറ്റല്ലേ? പൊരിച്ചണം, കറി വെക്കരുതേ, പൊരിച്ചണം. ആണോ? കറി നാളെ വെച്ചിന്, പക്ഷെ കറി വെച്ചിട്ട് ഒരു സുഖല്ലേ? പണ്ട് വെച്ചില്ലേ നിങ്ങള്? കറിയല്ല, ഉണക്കൽ മീനാണ്. ഉണക്കലാണല്ലേ? ഉണക്ക മീനും പാടുണ്ട്. അതാണ് കറി വെച്ചത്. മറ്റേ ഇത് വെക്കൂലേ, പീര പോലെ? പീരല്ല ഇതല്ലേ വെക്കല്, ബത്തല പീരൊക്കെ. ഇത് പൊരിച്ചാണ് പൊരിച്ച എന്ത് ടേസ്റ്റ് അറിയോ ഗൈസ്? ഇന്നത്തെ നമ്മളെ ഫുഡ് മാന്തളും കൂട്ടി ചോറ്. ഇത് നന്നാക്കണ ഗൈസ് വേറൊരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെ നന്നാക്കേണ്ടത് കാണിച്ചു തരാം. മീനും നമുക്ക് നന്നാക്കാൻ പറ്റിയില്ല, ഇതെങ്കിലും നമ്മള് നന്നാക്കും. അതുണ്ട്, അത് ഇതിന്റെ കൂട്ടത്തില് നന്നാക്കിയാ മതി. എന്നാ പേര് ഇങ്ങോട്ട് പേര് അത് വാങ്ങിക്കണം, കയ്യിലുണ്ട്. പേര് കമോൺ. ഇതെവിടെ നന്നാക്കുക? എവിടെയെങ്കിലും കിട്ടണം നന്നാക്കാം. നന്നാക്ക ഈ കറുത്ത ഭാഗല്ലേ ഇതിങ്ങനെ തൊലി കളയാം. ഒരു സൈഡ് മാത്രമേ കളയുള്ളൂ, ആ മറ്റേ സൈഡ് കളയണ്ട. മറ്റേ സ്ഥലം ഇല്ല, കളയാൻ ഇല്ല. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാട്ടാം. ഇങ്ങനെ ചെറിയതായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാട്ടുമ്പോ ചെറിയ മാന്തളത്. അപ്പൊ സാധാരണ എത്ര എളുപ്പം മാന്തളുണ്ടാവുക? വലിയ ഉണ്ടാവും. ആണോ ഗൈസ്? അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ മാന്തൾ നന്നാക്കല്. ഒരു സൈഡത്തെ തൊലി മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെത്തിക്കളി. എങ്ങനെ അതൊന്നും അറിയില്ല ഗൈസ്. നമുക്കിത് എന്തായാലും നന്നാക്കിയിട്ട് ഫുഡൊക്കെ തിന്നാനാവുമ്പോ ഞങ്ങൾ വരാം. ഓക്കെ? ഇവനാട്ടോ, ഇവൻ 4-5 ദിവസമായിട്ട് നമ്മളിത് കൂടെ ചുറ്റി പറ്റി കിടക്കണ പൂച്ചയാണ് കേട്ടോ. ഇന്ന് മീൻ നന്നാക്കുന്നോണ്ട് നേരത്തെ വന്നിക്കണേക്കാം. ബാ ബാ ബാ, ഇവിടെ വന്നാ മീൻ തരാം, മീൻ തരാം. ബാ 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 ബാ, മീൻ തരാം. ബാ. കൊറേ കരഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ കാബേജ് ഉണ്ടാക്കണല്ലേ ഉള്ളൂ. അത് പിന്നെ മീൻ പൊരിച്ചിട്ട് മൂപ്പർക്ക് കൊടുത്തപ്പോ അങ്ങ് പോകുക കേട്ടോ. അത് ഞാൻ പൊളിച്ചു, അതില് വന്ന് ചോറ് തിന്ന് പോയിരുന്നു. ഉച്ചക്ക് മീൻ എടുത്ത് കൊടുത്ത മാമ. ഗൈസ് ഇത് നമ്മളെന്താ ഇതെന്തറിയോ, കൊതുകി ഇതില്ലാതെ ഇവിടെ നടക്കൂല ഗൈസ്. നേരം വൈകുന്നേരം ആയി കഴിഞ്ഞാ ഗൈസ് കൊതുകി എപ്പോഴും ഉണ്ട് കൊതുക്. ഗൈസ് അങ്ങനെ പുഴമീൻ നടക്കും. ഇതില് വെക്കണ പുഴമീൻ ഉണ്ട് കേട്ടോ. പുഴമീൻ എല്ലാം പാടെ ഇങ്ങനെ കൂട്ടി കളത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. ഗൈസ് അങ്ങനെ ഇതാക്കണേ സാധനൊക്കെ ഇവിടെ സെറ്റായാണ്, ഞാൻ കാട്ടിത്തരാം. നോക്കി, ഇതില് പൊയമീന് വെച്ചിക്കണ, ഇതില് ഗൈസ് അതിന്റെ അടിയിൽ എവിടേക്ക് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചിക്കണ്. മമ്മ ഇരിക്ക്. ഞങ്ങൾ ഇരിക്കാം, ആന്തി അതൊന്നല്ല, ഞങ്ങൾ പോകാൻ വേണ്ടിട്ട്. ആ എന്നാ വളമ്പി എന്താ അവസ്ഥ? അത് നല്ല സാധനം, പൊരിച്ച അടിപൊളിയാണ്. നമ്മള് മാന്തൽ പറയുന്ന സാധനം. മാന്തളല്ലേ സാധനം? മാന്തലല്ലേ? രസമുള്ള സാധനമാണ് മാന്തലല്ലേ? ചെരങ്ങിയും തേങ്ങ അരച്ചതോ? ഗൈസ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് വളമ്പി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് അവിടെ മൈജറ്റ് ഒന്ന് പോണം. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി. അതെ, ഞങ്ങൾക്ക് ബാക്കിയുള്ള മീൻ അടുപ്പത്താണ് വേണം. വേവണെന്ന് കരിച്ചല് ഇഷ്ടം ഇന്ത്യക്കടി അവിടെ കൊറേ പോയല്ലോ. പിന്നെ പോയല്ലോ നമ്മളെ പൊയമീൻ ഗൈസ്. അത് വേറെ ടേസ്റ്റിനാ. അതെ, നല്ല മുള്ളി ഞങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, മുള്ളൊന്നും നമുക്കൊരു വിഷയമല്ല ഗൈസ്. ഗൈസ് ഞങ്ങളങ്ങനെ പുറത്തു പോകേണ്ടി ഇങ്ങനെ നിൽക്കണി. അപ്പോഴാണ് നമ്മളെ കൂട്ടുകാരൻ വിളിച്ചാണ്ട് പറഞ്ഞത് നമ്മളെ റാഷിദ് അരിവാവല്ലേ, അതായത് നമ്മൾ നാളെ കല്യാണത്തിനൊക്കെ പോയെ ഓൻ്റെ വാപ്പ മരിച്ചു വിളിച്ചത്. അപ്പം ഞങ്ങളിപ്പോ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ നിൽക്കണം. പെരിന്തൽമണ്ണ സ്ഥലം പറഞ്ഞേ, പെരിന്തൽമണ്ണയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പോവാൻ നോക്കട്ടെ. പിന്നെ മമ്മി ഇവിടെ ഒറ്റക്കുള്ളൂ. അമ്മ ഓന്റെ വാപ്പാക്ക് വേണ്ടി, അവന്റെ വാപ്പാക്ക് വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കും. എല്ലാരും ദുആ ചെയ്യും. പ്രാർത്ഥിക്കാം, എല്ലാരും ദുആ ചെയ്യും. എല്ലാരും പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. ഓക്കെ, എന്നാ പോവല്ലേ? നമ്മ പോയി വാതിലടച്ചിട്ട് ചെയ്തോളി.